ഇന്ദ്രിയാണാം മനഃശാസ്മി. സാധാരണ ഇന്ദ്രിയങ്ങൾ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളതും ശരീരമല്ലാത്ത മറ്റു വസ്തുക്കളോട് സമ്പർക്കം പുലർത്തി അവയെ ഉദ്ബോധിപ്പിച്ച് വിജ്ഞാപക രൂപത്തിൽ മനസ്സിലാക്കി തരുന്ന, ഉണർത്തി തരുന്നതാണ് ഇന്ദ്രിയങ്ങൾ. അതിൽ 5 ഇന്ദ്രിയങ്ങളാണ് ഉണരുന്നത്. 5 ഇന്ദ്രിയങ്ങൾ സമ്പർക്കം പുലർത്തുന്നു പ്രവൃത്തിയിലൂടെ. ആ ഇന്ദ്രിയങ്ങളിൽ വെച്ച് മനസ്സാണ് ഞാൻ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെ എല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നുവോ ബാഹ്യവസ്തുക്കളെ, അതുപോലെ മനസ്സ് ഇന്ദ്രിയങ്ങളെ അടക്കം ബാഹ്യവസ്തുക്കളെയും എല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് നാം കാണുന്നു. എന്നാൽ ഈ കാഴ്ച കണ്ണുകൊണ്ട് സ്വതന്ത്രമായി നടക്കുന്നതാണോ? അല്ല. കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കാൻ അല്ലെങ്കിൽ കാട്ടിത്തരാനായി മനസ്സവിടെ വേണം. ഉറങ്ങിക്കിടക്കുന്ന ആളുടെ കണ്ണിൽ ദർശനമുണ്ടാവില്ല, ഉണർന്നിരിക്കുന്നവനേ പറ്റുള്ളൂ. അപ്പം കണ്ണിനെ ഉണർത്തി പോള തുറന്ന് കാണാനുള്ള സ്ഥലത്തിലേക്ക് നോക്കി അതിൻ്റെ ഛായകൾ ഉള്ളിൽ പതിയും വിധം പ്രകാശകിരണങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിലേ ഈ ഇന്ദ്രിയങ്ങൾ ഉപാധിയോ സഹായമോ ആയി നമ്മെ സഹായിക്കുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇന്ദ്രിയാണാം മനഃശാസ്മി. ഏത് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനം സ്വതന്ത്രമല്ല, മനസ്സിൽ അപേക്ഷിച്ച് നടക്കുന്നതാണ്. വെളിപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഇന്ദ്രിയമല്ല, മനസ്സാണ്. ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ കൂട്ടുപിടിക്കണു, പ്രവർത്തിപ്പിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കാലിന് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണം കാലുണ്ട്, നടക്കണം എന്ന് പറഞ്ഞ് കാലെടുത്ത് വയ്ക്കണം. അപ്പോൾ കാല് സ്വയം നീങ്ങില്ല, നീക്കിയാലേ നീങ്ങുള്ളൂ. അതുപോലെ സർവ്വ ഇന്ദ്രിയങ്ങൾക്കും ഹേതുഭൂതമായി കാരണഭൂതമായിരിക്കുന്ന ഇന്ദ്രിയം തന്നെ മനസ്സ് എന്ന് പറയാം. അപ്പോൾ മനസ്സില്ലാതെ ഇന്ദ്രിയങ്ങളില്ല. ഒന്നാം ഇന്ദ്രിയം മനസ്സ്, അവസാന ഇന്ദ്രിയം മനസ്സ് എന്ന് വരെ വേണമെങ്കിൽ പറയാം. ഇന്ദ്രിയാണാം മനഃശാസ്മി. അതാണ് മനസ്സിനെ 6ാമത്തെ ഇന്ദ്രിയം എന്ന് വരെ പരിഗണിക്കാറുണ്ട്. ഇന്ദ്രിയം എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് മനസ്സും ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ വസ്തുക്കളെ വെളിപ്പെടുത്തുന്നു, ആ ഇന്ദ്രിയങ്ങളെയും വസ്തുക്കളെയും വെളിപ്പെടുത്തുന്നു മനസ്സ്. അപ്പോൾ വിജ്ഞാപകത്വം മാത്രമേ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ ഇന്ദ്രിയം എന്ന് പറയുന്നതിൽ തെറ്റില്ല.